അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ബേസിക്കലി യു എയിൽ ട്രെയിനിങ് ഫാർമസിസ്റ്റ് അല്ലാതെ നമുക്ക് ലൈസൻസ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ജോബ് റോളിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ലൈസൻസ് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റോളാണ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നൊരു ജോബ് റോള് യു എയിൽ. സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സിൽ കാര്യമായിട്ട് റിക്വയർമെൻറ്റ് വരുന്നത് എക്സ്പീരിയൻസ് അവർ ചോദിക്കാറുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിങ്ങൾക്ക് സെയിൽസ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പ്ലസ് പോയിൻ്റ് ആണ്, നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തെ കാര്യം, ഡ്രൈവിംഗ് ലൈസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു പൊസിഷനിൽ. പിന്നെ നമുക്ക് ലൈസൻസിൻ്റെ ആവശ്യം വരുന്നില്ല. ബട്ട് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് എന്നൊരു ജോബ് ടൈറ്റിൽ ചില ഓർഗനൈസേഷനിൽ അവർ ലൈസൻസ് റിക്വയർമെൻറ്റ് ചോദിക്കുന്നുണ്ട്. ബട്ട് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ചില കമ്പനീസിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സിനും അത് മാൻഡേറ്ററി അല്ല. ബട്ട് ചില കമ്പനീസിൽ അവർ ചോദിക്കാറുണ്ട്. എന്നാലും മെജോറിറ്റി കമ്പനീസിലില്ല. സോ മെയിനായിട്ട് ഇവരുടെ റോള് വരുന്നത് കാര്യമായിട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്. ഇവരുടെ കമ്പനീസ് ഇപ്പോൾ യു എയിൽ ഞാൻ കണ്ടതിൽ ഒരു ഫാർമസി മാനുഫാക്ചറിങ് കമ്പനീസ് വളരെ കുറവാണ്. കൂടുതലും ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസാണ് ഉള്ളത്. കൂടുതലും മെഡിക്കേഷൻസ് ഇവർ ഇമ്പോർട്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പല ഹോസ്പിറ്റൽസിലായിട്ട്, പല കമ്പനീസ്. അപ്പം ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് വേണം. കൂടുതൽ ഫാർമസീസിലും റീറ്റെയിൽ സെറ്റിങ്സിലും ഹോസ്പിറ്റൽസിലും ക്ലിനിക്സിലും മെഡിക്കൽ സെൻറ്റേഴ്സിലും ഒക്കെ അവരുടെ പ്രോഡക്റ്റ് എത്തിക്കുക എന്നാണ് മെയിനായിട്ടുള്ള റോള്. പ്രോഡക്റ്റ് എത്തിക്കുക മാത്രമല്ല, ആ ഒരു നല്ലൊരു സെയിൽ അവിടെ ഉണ്ടാക്കി എടുക്കണം. അപ്പം സെയിൽസ് സ്ട്രാറ്റജിയാണ് മെയിനായിട്ടുള്ള ഒരു ടാസ്കും ആ ഒരു ജോബ് റോൾ അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡ്രൈവിംഗ് ലൈസൻസ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യേണ്ടി വരും. മെഡിക്കൽ സെൻറ്റേഴ്സ്, ക്ലിനിക്സ്, ഹോസ്പിറ്റൽസ്, അങ്ങനെ പല സ്ഥലങ്ങളും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സംസാരിക്കുക, അതിൻ്റെ ആൾക്കാരായിട്ട് സംസാരിക്കുക, ഡോക്ടേഴ്സായിട്ട് സംസാരിക്കുക, നിങ്ങളുടെ പ്രോഡക്റ്റ് എത്രത്തോളം പേഷ്യൻറ്റിനെ ബെനിഫിറ്റ് ചെയ്യും എന്നുള്ളത് കൺവിൻസ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് പ്രോഡക്റ്റ് സെയിൽ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു സാലറി പാക്കേജ് തരുന്ന ഒരു ജോബ് റോളാണ്. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് അത് അത്ര ഈസി അല്ല സെയിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള സ്കിൽ സെറ്റ്സും കാര്യങ്ങളൊക്കെ വേണം. നല്ലോണം സംസാരിക്കാൻ അറിയാവുന്നവർക്ക് നല്ലൊരു ജോബ് റോള് തന്നെയാണ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ്. അപ്പം ഇത് നമുക്ക് ലൈസൻസ് ഇല്ലാതെ നോക്കാവുന്നൊരു ജോലിയാണ്. ബട്ട് ഡ്രൈവിംഗ് ലൈസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതും ലൈസൻസ് ഇല്ലാതെ നോക്കാൻ പറ്റുന്ന ഒരു ജോബ് റോള് തന്നെയാണ് ഫാർമസിന്. നിങ്ങൾക്കിത് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം, പിന്നെ പ്രോഡക്റ്റ് നോളജ് വേണം, നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ അറിയണം, നല്ലൊരു സെയിൽസ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ലൈക്ക് ജോബ് വേറെ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതും കാരണം ഇവർക്ക് ടീം മീറ്റിങ്സും ഡിസ്കഷൻസും എങ്ങനെ സെയിൽസ് കൂട്ടാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ ആ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഞാനൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളല്ല, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. ബട്ട് ഇങ്ങനെ ഒരു കരിയർ പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജോബ് പൊസിഷൻ ഉണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇൻഫോർമേറ്റീവ് ആവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയിൽ കാണാം. അസ്സലാമ.